ഓശാന ഞായറായിട്ട് വെളുപ്പിനെ ഏറ്റു പള്ളിയിൽ പോയിട്ട് വന്ന അമ്മ വീണ്ടും ഷാലോം ടി വി ഇരുന്ന് കാണുമ്പോൾ ഞാൻ ഓർത്തു ദൈവം ഇതെന്തിനാണ് ഇപ്പോഴല്ലേ ഒരു കുർബാന കൂടിയിട്ട് വന്നത്, പിന്നെ ഇതിന് വീണ്ടും കുർബാന എന്ന് ചോദിച്ചപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ അറ്റൻഷനായിട്ട് ഇരിക്കുന്നതെന്ന് മനസ്സിലാവും. ഞാൻ കേൾപ്പിക്കാം. ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? കേൾവിശക്തി ഇല്ലാത്ത ആൾക്കാർക്ക് കുർബാന കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സൗകര്യം ചെയ്തിരിക്കുന്ന എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമല്ലേ. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ചൊല്ലി വിടുന്നതല്ല, അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചൊല്ലുന്നത്. ഇത് നോക്കിയാൽ അത് കൃത്യമായിട്ട് ഓരോ ആക്ഷൻ ഇങ്ങനെ കാണിക്കുമ്പോൾ ദൈവം ഇതിനൊക്കെ ഇത്രയും അർത്ഥമുണ്ട്, ഇത്രയും അർത്ഥമുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഓരോ ദിവസം അവിടെ പോയിട്ട് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു വിടുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോയി. നമുക്കൊക്കെ സംസാരിക്കാനും കേൾക്കാനും കാണാനും ഒക്കെ ശക്തി കഴിവൊക്കെ ദൈവം തന്നിരിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഒന്നും വില അങ്ങനെ മനസ്സിലാവില്ല. ബിക്കോസ് നമുക്കതില്ലാത്ത കാര്യമല്ലല്ലോ, നമുക്കത് ഉള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇല്ലായ്മ എന്താണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണല്ലേ. നമ്മുടെ ആയുസിൻ്റെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ പ്രാർത്ഥിക്കുമ്പോഴോ കുർബാന കൂടുമ്പോഴോ ഒന്നും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഓർക്കാറ് പോലുമില്ല. നമുക്കപ്പോൾ വേണ്ട നമ്മുടെ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ഇങ്ങനെ എണ്ണി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കൃപകളെ നമ്മൾ എണ്ണി നന്ദിയായിട്ട് പറയാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നമ്മളിങ്ങനെ ജനിച്ച അന്ന് തൊട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ആയുസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വയസ്സ്, ഈ പ്രായം വരെയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയാറുണ്ടോ? പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. നമ്മൾ ഓർക്കാറ് പോലുമില്ല നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ. പലപ്പോഴും നമുക്ക് എന്ത് കിട്ടിയില്ല എന്നതിനെ പറ്റിയാണ് നമ്മളെപ്പോഴും ഇങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട്. ഇപ്പോൾ ഈ ഒരു ഷാലോം ടി വി ആണെങ്കിലും എല്ലാ ചാനലിലും ചെയ്യുന്നുണ്ടാവും, മറ്റു പല ചാനലിലും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാൻ ആദ്യമായിട്ട് നേരിട്ടിന്ന് കാണുന്നത് ഇപ്പം ഈ ടി വിയിൽ കാണുമ്പോഴാട്ടോ. ഇങ്ങനെ കുർബാന ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഇന്നുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്കെന്തോ മനസ്സ് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ സങ്കടം വരും നമുക്കത് കേൾക്കുമ്പോഴേ. ഇത് നേരിട്ട് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേരുണ്ടാവും. അങ്ങനെ ആൾക്കാരുള്ളതുകൊണ്ടാണല്ലോ അവരത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവരെയൊക്കെ ഓർത്ത് സത്യം പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒപ്പം തന്നെ നമുക്ക് കിട്ടിയ നന്മകളെ ഓർത്ത് നന്ദി പറയാനായിട്ടും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ സാധിക്കട്ടെ അല്ലേ.